നമസ്തേ. സന്ദേശമാല കാണുന്നവർക്കെല്ലാം എൻ്റെ വിനീത നമസ്കാരം. ചിലരങ്ങനെയാ, ഇഷ്ടം കൊണ്ട് നമ്മെ വിഴുങ്ങിക്കളയുന്ന മട്ടിൽ സ്നേഹം കാണിക്കുന്നവരുണ്ടാവും. അത് താൽക്കാലികമാണ്. ആ സ്നേഹം വിശപ്പടങ്ങിയാൽ ബാക്കി വലിച്ചെറിയുന്ന സ്വഭാവക്കാരുണ്ടല്ലോ, അതുപോലെ. അതിനാൽ ഹീനന്മാരുമായുള്ള സ്നേഹബന്ധം വളർത്തുകയല്ല, കുറയ്ക്കുകയാണ് നല്ലത്. ദാരിദ്ര്യ പരിഹാരാർത്ഥമോ ധനാഭ്യർത്ഥനക്കോ സമ്പന്നനായ ഒരു ദുർബുദ്ധിയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ വന്നെന്നിരിക്കട്ടെ, അപ്പോഴും ആ ബന്ധം അവിടം കൊണ്ടും അവസാനിക്കണം. അത് വളർന്നു വരാൻ അവസരമുണ്ടാക്കരുത്. നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ട് എന്ന് കണ്ടാൽ സ്നേഹം കൂടാൻ മത്സരിച്ച് വന്നെത്തുന്നവരുണ്ടാവും. എന്നാൽ നമ്മുടെ കൈ ശൂന്യമാണെന്ന് കണ്ടാൽ യാതൊരു പരിചയഭാവവും കാണിക്കുകയുമില്ല, വിരോധം കാണിക്കുകയും ചെയ്യും. അപവാദങ്ങൾ പറയുകയും ഒക്കെ ചെയ്തെന്ന് വരും. അത്തരക്കാർ വെറും അധമന്മാരാണ്. അത്തരക്കാരുമായിട്ടുള്ള ബന്ധം ഉണ്ടായാലും ഇല്ലാതിരുന്നാലും ഫലം ഒന്നു തന്നെയാണ്. സ്നേഹബന്ധത്തിൻ്റെയോ സ്നേഹിതൻ്റെയോ മഹത്വത്തിന് വേണ്ടി അല്ലാതെ ആ ബന്ധത്തിൽ നിന്ന് തങ്ങൾക്കെന്ത് ലാഭം കിട്ടും എന്ന് കണക്കാക്കി ആ ലാഭത്തിന് വേണ്ടി അടുത്തുകൂടുന്ന സുഹൃത്തുക്കളും കൂടെ കഴിയുന്ന ആൾക്കാരെ ഒരിക്കലും സ്നേഹിക്കാതെ അവരിൽ നിന്ന് കിട്ടുന്ന പണത്തെ മാത്രം സ്നേഹിക്കുന്ന വേശ്യകളും അന്യർക്ക് ദുഃഖവും നഷ്ടവുമെല്ലാം വരുത്തി വെച്ചുകൊണ്ട് സ്വന്തം സുഖവും നേട്ടവും മാത്രം തേടുന്ന മോഷ്ടാക്കളും ഒരുപോലെയാണ്. അത്തരക്കാരെ ഒരിക്കലും അടുപ്പിക്കരുത്. കടുത്ത പ്രതിസന്ധിയിൽ ജീവാപായം തീർച്ചപ്പെടുന്ന ഘട്ടത്തിൽ പുറത്തിരിക്കുന്ന ആളിനെ നിലത്ത് കുടഞ്ഞിട്ട് പിന്തിരിഞ്ഞോടുന്ന നന്ദികെട്ട കുതിരകളുണ്ട്. ആ കുതിരകളെ പോലെ വിപൽസന്ധിയിൽ കൈയൊഴിഞ്ഞിട്ട് ഓടിമറയുന്ന ഹൃദയശൂന്യരായ സ്നേഹനാട്യക്കാരുമുണ്ട്. അത്തരത്തിലുള്ള സംസ്കാരശൂന്യരുമായുള്ള സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ തനിച്ച് കഴിയുന്ന ഏകാന്തതയുടെ സുരക്ഷിതത്വമാണ് നല്ലത്. എല്ലാ കരുക്കളും അങ്ങോട്ട് യഥാസമയം ഒരുക്കി കൊടുത്താലും വേണ്ടിയിടത്ത് രക്ഷപ്പെടുത്തുവാൻ ഒരുങ്ങാത്ത അല്പന്മാരുടെ സ്നേഹം ഇരട്ടി അപകടമാണ് ഉണ്ടാക്കുക. അത് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സംസ്കാരം തൊട്ടു തീണ്ടാത്ത വിവേകശൂന്യങ്ങളായ എത്ര തന്നെ ഗാഠസ്നേഹബന്ധം ഉണ്ടായിരുന്നാലും ശരി, ആ സ്നേഹത്തെക്കാൾ 1 കോടി മടങ്ങ് മഹത്വമുണ്ട് വിവേകിയും സംസ്കാരധനനുമായ വിദ്വാനുമായുള്ള ശത്രുതയ്ക്ക്. കാരണം വിവേകികളായ ശത്രുക്കൾ നമ്മെ ദ്രോഹിക്കുകയില്ല. സ്നേഹനാട്യത്തിൽ അടുത്ത് കൂടുന്ന അവിവേകികളാകട്ടെ നിരന്തരമായി അപകടങ്ങൾപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. തൻ്റെ കഴിവുകൾ വികസിപ്പിക്കുവാൻ തടസ്സം നിൽക്കുന്ന, തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴൊക്കെ അത് മുടക്കാൻ നോക്കുന്ന ദുഷിച്ച കൂട്ടുകാരുമായുള്ള ബന്ധം അവർ അറിയാതെ തന്നെ വിട്ടൊഴിയുകയാണ് ബുദ്ധി. തനിച്ച് കാണുമ്പോൾ വാനോളം പുകഴ്ത്തുകയും സദസ്സിൽ പരസ്യമായി ദുഷിക്കുകയും ചെയ്യുന്ന നിർകൃഷ്ടന്മാരായിട്ടുള്ള സ്നേഹബന്ധം ഏറെ അപകടകരമായതിനാൽ അത് എത്രയും വേഗം ഉപേക്ഷിക്കണം. നേർക്കുനേരെ വരാതെ പുറമെ കാണുമ്പോൾ സ്നേഹം അഭിനയിക്കുന്ന ശത്രുഭാവത്തെ കൊല്ലൻ്റെ ആലയിലുള്ള കൂടത്തെ പോലെയാണ്.
ഇരുമ്പ് പഴുത്ത് പാകം ആകുന്നതുവരെ കാത്തിരുന്ന് പാകമായി എന്ന് കണ്ടാൽ അവസരം പാർത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുക എന്നതാണല്ലോ കൂടത്തിൻ്റെ തന്ത്രം. അതുപോലെ ഉള്ളിൽ കടുത്ത ശത്രുതയുള്ളവൻ്റെ സ്നേഹവും നമുക്കൊരു നിസ്സഹായാവസ്ഥ വരുമ്പോൾ കാത്തിരുന്ന് ആഞ്ഞടിക്കും. പുറമേ കാണുമ്പോൾ വിടരുന്ന മധുരമായ പുഞ്ചിരി ഉണ്ടല്ലോ, അത് ഉള്ളിലോ, ആ പുഞ്ചിരിയുടെ ഉള്ളിൽ വലിയ ചതിയുടെ കണക്കുകൂട്ടുകൾ, അങ്ങനെയുള്ള നയവഞ്ചകന്മാരുടെ സ്നേഹകാപട്യത്തെയും സാമീപ്യത്തെയും നല്ലതുപോലെ ഭയപ്പെടുക തന്നെ വേണം. മനസ്സുകൊണ്ട് ഇണക്കമില്ലാത്തവരെ അംഗീകരിക്കുകയോ ഒരിക്കൽ പോലും അവരുടെ വാക്ക് വിശ്വസിക്കുകയോ ചെയ്യരുത്. അവരുടെ ഓരോ ചലനത്തിലും ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്കും വെറുതെ ഒന്ന് ആലോചിക്കുക.